നമസ്കാരം. മലയാളികൾ അധികമാരും മറന്നു കാണില്ല ദിവ്യ ജോൺ എന്ന പെൺകുട്ടിയെ. സമൂഹം വേട്ടയാടുമ്പോഴും അതിജീവിക്കാൻ പരമാവധി ശ്രമിച്ചു. നമ്മുടെ നാടല്ലേ, എന്തും കുത്തിപ്പൊക്കി ശീലമുള്ള മലയാളികൾക്കിടയിൽ ജീവിക്കുക എന്നത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്. പറഞ്ഞു വന്നത് കുണ്ടറ പടപ്പക്കരയിൽ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ജയിൽ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങി വന്ന ദിവ്യ ജോൺ എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. പ്രസവത്തെ തുടർന്ന് പോസ്റ്റ് പാർട്ടം സിൻഡ്രോം എന്ന അസുഖം മൂലം ദുരിതമനുഭവിച്ചിരുന്ന ദിവ്യ ജോൺ കടുത്ത ഡിപ്രഷനിലൂടെയാണ് കടന്നുപോയത്. പ്രസവ ശുശ്രൂഷ നടന്നത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. അമ്മ മരിച്ചുപോയ ദിവ്യയ്ക്ക് അച്ഛനും സഹോദരിയും മാത്രമാണുള്ളത്. പ്രസവാനന്തര ചികിത്സയ്ക്കായി ഭർത്തൃവീട്ടിൽ നിൽക്കുമ്പോഴും കടുത്ത മനോവിഷമം അനുഭവിച്ചിരുന്നു. ചുറ്റുമുള്ള ശബ്ദങ്ങളും കുഞ്ഞിൻ്റെ കരച്ചിലും അവളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരുന്നു. ഉള്ളിൽ ഒരു മനോരോഗിയായി മാറിക്കൊണ്ടിരിക്കുന്ന ദിവ്യ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തി. കുഞ്ഞിൻ്റെ ശ്വാസം നിലച്ച് അടുത്ത നിമിഷം ദിവ്യ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കരയുന്നതാണ് ആ വീട്ടുകാർ കണ്ടത്. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ദിവ്യ ഒരു നിമിഷം ഓർക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സമൂഹത്തിന് മുന്നിൽ കൊലയാളിയായി. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ എന്ന പേരും സ്വന്തമാക്കി. അങ്ങനെ ജയിലിലേക്ക് പോയ ദിവ്യ മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ അസുഖത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു. ദിവ്യയുടെ രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ചിലരൊക്കെ ദിവ്യയെ ചേർത്ത് പിടിച്ചു. പതിയെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും സമൂഹം അവളെ വെറുതെ വിട്ടില്ല. വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും പൂന്തോട്ടം ഉണ്ടാക്കിയും മാനസികമായ ഉല്ലാസം കണ്ടെത്താൻ ശ്രമിച്ചു. സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോഴൊക്കെയും കമൻറ്റുകളുടെ രൂപത്തിൽ നാട്ടുകാർ പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപാണ് കണ്ണൂർ സ്വദേശിയായ ഒരു യുവാവ് ദിവ്യയെ വിവാഹം കഴിച്ചത്. ദിവ്യയുടെ മാനസികാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുനർവിവാഹത്തിന് തയ്യാറായത്. പക്ഷേ നാളുകൾക്കിപ്പുറം ദിവ്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ വാർത്തയാണ് ഒടുവിലായി ഞങ്ങൾ കേട്ടത്. പൊതുസമൂഹത്തിന് മുന്നിൽ താൻ സന്തോഷവതിയായി കാണിക്കുമ്പോഴും ഉള്ളിൽ കിടന്ന് നീറുന്നത് ഒരുപക്ഷെ ദിവ്യ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. കൂടാതെ സമൂഹത്തിൻ്റെ വേട്ടയാടലും അവളെ തകർത്ത് കളഞ്ഞു. ഒടുവിൽ ആ ജീവനങ്ങ് ഇല്ലാതാക്കാമെന്നും അവൾ വിചാരിച്ചു കാണും. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് ഇനി എന്തിന് താൻ ഭൂമിയിൽ ജീവിക്കണം എന്നാവും അവൾ കരുതിയത്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി തിരിച്ചു വരാനിരുന്ന ദിവ്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം.